വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവ സമീപത്തെ കാപ്പിത്തോട്ടത്തിൽ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് കടുവയെ ലൊക്കേറ്റ് ചെയ്തു. ഉടൻ മയക്കുവെടിവെക്കും. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം സ്ഥലത്തെത്തി. രാത്രി തന്നെ ഡോക്ടറും സംഘവും ഇവിടെ എത്തുകയും തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഈ ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. കടുവേനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അനുകൂലമായ സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മയക്കുവെടി വെക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടെ വീണ്ടും ഊട്ടിക്കവലയിൽ പായ്ക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെ കടുവ ആക്രമിച്ച് കൊന്നിരുന്നു. കടുവയെ നേരിൽ കണ്ടെന്ന് ബിജുവിന്റെ അമ്മ പറഞ്ഞു. കടുവനെ കണ്ടു ഞാൻ. ഈ കൂട്ടിനകത്ത് നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് ഇതിനെ കൊന്നേച്ച് ഇങ്ങോട്ട് തിരി ഒച്ച കേട്ടോണ്ട് ഞാൻ നോക്കുമ്പോൾ കടുവ ഇതിന് ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് കയറി പോവുക. വലിയ സാധനം എത്രയോ ഉണ്ട്. ഇത് ഈ പൊക്കമുണ്ട്. നമ്മൾ ചെറുതാണെന്നും പറയണേ, വലിയ സാധനമാണ് തള്ളേ. ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് കിടന്ന് പോകുന്നത്. കുഞ്ഞുങ്ങൾ കിടന്ന് ഭയങ്കര കരച്ചിൽ, പൂക്കല പറിക്കുന്ന പോലെ ഇതുങ്ങൾ 3 എണ്ണം പറിക്കണം. 3 കുഞ്ഞുങ്ങൾ ഒരു തള്ളയുടെ കുഞ്ഞുങ്ങളാണ്. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും അനൽക സെയ്ദ് MV ചേരുകയാണ്. അനൽക, കടുവയെ മയക്കുവെടി വയ്ക്കണം എന്നുള്ള ആവശ്യത്തിൽ നാട്ടുകാർ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ കാപ്പിത്തോട്ടത്തിൽ കടുവയെ കണ്ടെത്തുകയും കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഉടൻ തന്നെ മയക്കുവെടി വയ്ക്കുവാനുള്ള നടപടികളിലേക്ക് നീങ്ങുമോ? എന്താണ് മനസ്സിലാകുന്നത്? ലക്ഷ്മി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഈ കടുവ സാന്നിധ്യം ജനങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിലവിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള അമരക്കുനിയിലെ ഈ ഊട്ടിക്കവലയിൽ നിലവിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ്. അതായത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഊട്ടിക്കവലയിൽ തന്നെയാണ്. ഇവിടെ നിന്ന് ഏകദേശം 500 മീറ്റർ മാറിയിട്ടുള്ള ഈ കാപ്പിത്തോട്ടത്തിലാണ് കടുവയുടെ ഈ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടുകാരൊക്കെ നമ്മൾ ഇവിടെ എത്തി സംസാരിച്ച സമയത്ത് അവരൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്, അത് ഇന്നലെ DFO സൂചിപ്പിച്ചിട്ടുള്ളത്, ഈ ആദ്യം കടുവയെ കെണിയിൽപ്പെടുത്തിയിട്ട് പിന്നീട് മയക്കുവെടി വെക്കുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുക എന്നൊരു വിവരമായിരുന്നു DFOയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കടുവയെ കെണി വെച്ച് പിടിക്കാതെ നേരിട്ട് മയക്കുവെടി വെക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകണമെന്നാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ 9 ദിവസങ്ങളിലായി 4 ആടുകളെയാണ് ഇവരുടെ ഉപജീവനമാർഗമായിട്ടുള്ള ക്ഷീരകർഷകരുടെ 4 ആടുകളെയാണ് ഈ കടുവ ആക്രമിച്ചിട്ടുള്ളത്. 4 ആടുകളെയും കൊല്ലുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമുക്ക് വയനാട് ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ വന്യജീവി സംഘർഷമുണ്ടായ സ്ഥലങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്ക അനുഭവിച്ചിട്ട് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയ സമയത്തായിരുന്നു അതിൽ വനം വകുപ്പ് അടക്കമുള്ള വകുപ്പുകൾ ഇതിലൊരു കൃത്യമായ നടപടിയിലേക്കടക്കം നീങ്ങിയിട്ടുള്ളത്. കടുവയുടെ സാന്നിധ്യം മുമ്പ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ആനപ്രശ്നം ഉണ്ടായപ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരങ്ങളിലേക്ക് ഈ നാട്ടുകാർ കടന്നിരുന്നു. അത്തരത്തിൽ ഒരു പ്രതിഷേധത്തിനും കൂടി ഇവിടെ സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ പോലീസ് ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വനം വകുപ്പിൻ്റെ നിലവിലെ സംഘം ക്ഷീണിതരാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചും കൂടി ട്രെയിൻഡ് ആയിട്ടുള്ള ഈ വനം വകുപ്പിൻ്റെ മറ്റൊരു സംഘത്തെ കൂടിയും ഇവിടെ നിയോഗിക്കണമെന്നൊരു ആവശ്യം കൂടി ഇവിടെയുള്ള നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ 9 ദിവസമായി ഈ കടുവയുടെ പ്രശ്നം പോലെ ഇവർ നിരന്തരമായി ഈ ഒരു മേഖലയിൽ 24 മണിക്കൂർ തിരച്ചിൽ നടത്തുന്നു. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ഈ നിലവിലെ വനം വകുപ്പിൻ്റെ സംഘം ക്ഷീണിതരാണ്. അത്തരത്തിൽ പുതിയൊരു സംഘത്തെയും കൂടിയും ഈ സംഘത്തിലേക്ക് ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നാട്ടുകാർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ 9 ദിവസങ്ങളായി അതായത് ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും കടുവയെ ഈ മയക്കുവെടി വെക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ നേരത്തെ ഈ പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്ന് അതായത് കടുവയെ രാത്രി തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ട് മയക്കുവെടി വെക്കുന്ന കാര്യങ്ങളിലേക്ക് വനം വകുപ്പ് കടക്കാൻ തയ്യാറാക്കണമെന്നൊരു ആവശ്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കടുവടി നിലവിൽ തന്നെ ഈ പ്രദേശത്ത് മുഴുവൻ വിളവെടുക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ വിളവെടുക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇനിയും വൈകിപ്പിച്ചാൽ അത് ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാകും. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഏകദേശം മിക്ക ആൾക്കാരും ക്ഷീരകർഷകരാണ്. അപ്പോൾ അത്തരത്തിൽ അവരെ ഈ ക്ഷീരകർഷകർ ഇവിടെ ഈ
ക്ഷീരകർഷകരുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവരെ ആടുകളെയും പശുക്കളെയും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ അതായത് പുല്ല് കൊടുക്കാതെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ ഈ വീട്ടിൽ തന്നെ നിർത്തി കഴിഞ്ഞാൽ അത് അത്തരത്തിൽ സാമ്പത്തിക നഷ്ടം ഇവർക്കുണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ നാട്ടുകാരടക്കം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഈ കടുവയെ കെണിയിലാക്കുന്നതിന് പകരം കടുവയെ മയക്കുവെടി വെക്കണമെന്നൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നതിന്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ DFO സൂചിപ്പിച്ചിട്ടുള്ളത് കടുവ ഇറങ്ങുന്നത് രാത്രി സമയങ്ങളിലാണ്. കടുവ ക്ഷീണിതനാണ്. അതുകൊണ്ട് തന്നെ കടുവയെ നേരിട്ട് മയക്കുവെടി വെച്ചാൽ കടുവ ചിലപ്പോൾ അതായത് കടുവ മരിക്കുന്ന അല്ലെങ്കിൽ കടുവ കൊല്ലപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോകും. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കെണി വെച്ച് പിടിച്ചിട്ട് പിന്നീട് മയക്കുവെടി വെക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കാൻ വനംവകുപ്പ് തയ്യാറായിട്ടുള്ളത്. നിലവിൽ കേരളത്തിലെ വനംവകുപ്പിൻ്റെ ഡാറ്റാബേസിലുള്ള കടുവയല്ല ഇത്. ബന്ദിപ്പൂർ വനമേഖല കടന്നു വന്നിട്ടുള്ളൊരു കടുവ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ കടുവയുടെ ആരോഗ്യനില സംബന്ധിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷമായിരിക്കും വനംവകുപ്പ് ഈ മയക്കുവെടി വെക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് പ്രതിഷേധങ്ങളിലേക്ക്, അതായത് കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് മയക്കുവെടി വെച്ചിട്ടില്ലെങ്കിൽ അതായത് ഇവിടെ സർവകക്ഷി, അതായത് എല്ലാ സംയുക്ത രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളിലേക്ക് നാട്ടുകാർ കടക്കുമെന്ന ഒരു പുതിയ വിവരമാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നൽകാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിലവിൽ വയനാട് സൗത്ത് DFO അജിത് കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ തെരച്ചിൽ നടത്തുന്നുണ്ട്. നമുക്ക് ഈ ഘട്ടത്തിൽ നമ്മുടെ ബെന്നി നമ്മോടൊപ്പം പ്രതികരിക്കുന്നു. ഇപ്പം നിലവിലുള്ള തെരച്ചിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? നിലവിലുള്ള തെരച്ചിൽ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ എല്ലാ സന്നാഹങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് 8-9 ദിവസമായിട്ട് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നില്ല. കാരണം ഉദ്യോഗസ്ഥന്മാരൊക്കെ രാവും പകലുമായിട്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് അവർ ഉറക്കളച്ച് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തൊക്കെ ഏത് സമയത്ത് വിളിച്ചാലും അവർ ഓടിയെത്തുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ കടുവ എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന സ്ഥലത്തല്ല നാളെ കാണുന്നത്. കാരണം ഇന്നലെ കണ്ടതിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഇപ്പുറേ ആണ് ഇന്ന് വന്ന് ആടിനെ പിടിച്ചിട്ടുള്ളത്. ഇപ്പം നിലവിൽ 4ഓളം വളർത്തുമൃഗങ്ങളെ പിടിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ കൃഷിക്കാരുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ വളർത്തുമൃഗങ്ങൾ. ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധത്തിന് ജനകീയ സമിതി തീരുമാനിച്ചിട്ടുണ്ടോ? ജനകീയ സമിതി കഴിഞ്ഞ ദിവസം പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇതിനെ മയക്കുവെടി വെച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓർഡർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അത് നമ്മുടെ ഈ നിരീക്ഷണ വലയത്തിൽ കിട്ടിയെങ്കിൽ പോലും ഡോക്ടർ എത്തിയപ്പോഴത്തേനും ആ സാധനം അവിടെ നിന്ന് ഓടിമറിയുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ തെരച്ചിലൊന്നും ഞങ്ങൾക്ക് ആക്ഷേപങ്ങളില്ല. പക്ഷേ റിസൾട്ട് എത്തുന്നില്ല. അപ്പോൾ എത്രയും അടിയന്തരമായിട്ട് മറ്റെന്തെങ്കിലും സംവിധാനങ്ങളുണ്ട് അതും കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മയക്കുവെടി വെച്ച് പിടിക്കുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് നീക്കം ചെയ്യാം. കാരണം ജനം ഭയങ്കര ഭീതിയിലാണ്. കാർഷിക മേഖലയിൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. കാപ്പിക്കുരുമൊക്കെ പഴുത്ത് നിലത്ത് ചാടി പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറിക്കാൻ പറ്റുന്നില്ല. 9 ദിവസമായിട്ട് കൃഷിയിടത്തിൽ ഒരു പണിയും നടക്കുന്നില്ല. അതുപോലെ തന്നെ തൊഴിലുറപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവരൊക്കെ പട്ടിണിയില്ല, പാവപ്പെട്ട മനുഷ്യരാണ് അവർ. അപ്പോൾ അവരുടെയൊക്കെ ഉപജീവനം എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഇപ്പോൾ അടിയന്തരമായിട്ട് ഗവൺമെൻറ് ചെയ്യേണ്ടത് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊക്കെ അടിയന്തരമായിട്ട് സൗജന്യ റേഷനെങ്കിലും ഇവിടെ കൊണ്ടു കൊടുക്കേണ്ടതാണ്. അത് തന്നെയാണ് ലക്ഷ്മി സൂചിപ്പിക്കുന്നത്. അതായത് കടുവയെ കെണിവെച്ച് പിടിക്കുന്നതിന് പകരം മയക്കുവെടി വെക്കാൻ എന്നൊരു ആവശ്യമാണ് ഇവിടെ ജനങ്ങളും ജനകീയ സമരസമിതിയും ഉൾപ്പെടെയുള്ള ആൾക്കാർ വ്യക്തമാക്കുന്നത്. നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് കടുവയെ മയക്കുവെടി വയ്ക്കണം എന്ന സമ്മർദ്ദം ശക്തമാവുകയാണ്. അടിയന്തരമായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള നിലപാടിലാണ് നാട്ടുകാർ ഉള്ളത്. എന്ത് നീക്കമായിരിക്കും അവിടെ നടക്കുക? ഉടൻ മയക്കുവെടി വയ്ക്കുമോ എന്ന് ആണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും അടുത്തുള്ള കാപ്പിത്തോട്ടത്തിൽ തന്നെ കടുവയുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മയക്കുവെടി ഉടൻ വയ്ക്കുമോ എന്ന് കണ്ടറിയണം. വിശദാംശങ്ങളാണ് വയനാട്ടിൽ നിന്നും അനൽക്ക നൽകിയത്.